ഹായ്, ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സ്കൂളിൽ കുട്ടികൾക്കുള്ള ദിവസം രാവിലെ 5 മണിക്കാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേ ദിവസം അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുന്നുണ്ട്. രാവിലെ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്കുള്ള എല്ലാം റെഡിയാക്കി കൊടുത്തു വിടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നഗറ്റ്സ് ഫ്രൈ ആക്കാനായിട്ട് ഓയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നഗറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബർഗറിൻ്റെ ആ ഒരു ബണ്ണിൽ ഇത് വെച്ചിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. പാറ്റിയൊന്നും ഇരിപ്പില്ല. അപ്പോൾ അത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതായിരിക്കും ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. നഗറ്റ്സ് ഫ്രൈ ആക്കിയിട്ട് ഒരു ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് പോവാനായിട്ട്. മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ തലേദിവസം രാത്രി തന്നെ വഴറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. കൊടുത്തു വിടാനായിട്ട് ഈ ഒരു ബർഗർ ബണ്ണിലേക്ക് നഗറ്റ്സൊക്കെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ബണ്ണിലേക്ക് കുറച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മയണൈസും കെച്ചപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ലെറ്റ്യൂസും അതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള നഗറ്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 30 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ടിഫിൻ ബോക്സിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇവർക്ക് 2 ബ്രേക്ക് ടൈമാണുള്ളത്. അപ്പോൾ 2 നേരത്തേക്കുള്ള ഫുഡ് വയ്ക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നഗറ്റ്സ് അല്ലാതെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ബസ് വരുന്നത് 6:10 താഴെ ബസ് വരും. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി വന്ന് നിന്നിട്ട് നോക്കും ബസ് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെ. ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരുടെ ഒപ്പം ഞാനിപ്പോൾ കൊണ്ടുവിടാനായിട്ട് പോകാറില്ല, അവർ തനിയെ പൊക്കോളും. അപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് രാവിലെ 6 മണി കഴിഞ്ഞാലും നല്ല ഇരുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബസ് വരുന്നത് കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പടിയും അതുപോലെ ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാൻ പോവാണ്. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ളതും ഒന്ന് റെഡിയാക്കിയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊന്നും ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാനും പൊടിമോനും കൂടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയാണ് എനിക്ക് സ്കാനിങ്ങിന് പോകേണ്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പാണ് അവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകണം. ലഞ്ചിന് വേണ്ടിയിട്ട് ഞവര അരിയുടെ റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പാൽക്കപ്പ ഇരിപ്പുണ്ട്. പിന്നെ തോരനും മീൻകറിയും അച്ചാറും ഒക്കെയാണ് ഉള്ളത്. ഈ ഒരു റൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അയണും അതുപോലെ തവിടൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു റൈസാണ്. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്ക് ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഡോക്ടർക്ക് ടൈം തന്നിട്ടുണ്ട്. ആ സമയത്ത് പോകണം. ആസ്റ്ററിലാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെയാണ്, ഒരു 2-3 മിനിറ്റ് മതി നടന്നു പോകാനായിട്ട്. ഡോക്ടർക്ക് ടൈം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റും. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് മൂത്ത 2 ആളും സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അപ്പോഴത്തേക്ക് തിരിച്ചു വരണം. വൈകിട്ടത്തെ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺ എടുത്തിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇത് 4 കോണാണുള്ളത്. ഞാൻ അതിൽ നിന്ന് ഒരു 3 എണ്ണം ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ ഒരു കോൺ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് ഇന്ന് സ്നാക്കാക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു തോടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ആ നാര് പോലുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതിന് ഒരുപാട് സമയമൊന്നും ഇത് വേവിക്കാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രം. പിങ്ക് സാൾട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. വെള്ളമൊന്നും ഈ ഒരു കോണിന് കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബോയിലായി വന്നാൽ മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ പുളിയോ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ ആ പുളി കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഞാൻ എപ്പോഴും ചപ്പാത്തി റോൾ ചെയ്തെടുക്കും. ഒരു സൈഡിൽ ഫ്രൈങ് പാൻ വെച്ചിട്ട് ചുട്ട് എടുക്കുകയും കൂടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, പെട്ടെന്ന് ജോലി കഴിയുകയും ചെയ്യും. ഈ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനായിട്ട് സോസേജ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ സോസേജ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് തന്നെ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.